ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അമൃതം പൊടി ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേർ പകുതി 250 ഗ്രാമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ 200 ഗ്രാം അമൃതം പൊടിയും 50 ഗ്രാം സാധാ ഇടിയപ്പം ഉണ്ടാക്കണ അരിപ്പൊടി നൈസ് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ അമൃതം പൊടി മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ പൊടിയിലെ വലിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ പൊടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചൊന്ന് ചൂടാറുമ്പോൾ കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ വെള്ളത്തിൽ ചേർത്തിട്ടായാലും ഇട്ട് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്തായാലും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ നൂലപ്പം ഉണ്ടാക്കാൻ ഏത് തട്ടാണോ എടുക്കാറ് ആ തട്ടെടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറികളൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഈ നാളികേരോ അല്ലെങ്കിൽ നാളികേരപ്പാലൊക്കെ കൂട്ടി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ നൂലപ്പത്തിൻ്റെ അച്ചിലുള്ള മാവ് ഒന്ന് ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാവെല്ലാം ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായി തിളയ്ക്കുന്ന നേരത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടിയപ്പം കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒന്ന് നല്ല ചൂടൊന്ന് വിട്ട് മാറുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അഥവാ ചൂടാറിപ്പോയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയാൽ മതിയാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പിന്നെ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.